ഇനി പാലത്തിൽ കൂടി പോവാ. ഇനി ആരുടെയും ടൈം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. രാത്രി ആണെങ്കിലും എവിടെ ആണെങ്കിലും പോവാം. എല്ലാ ആൾക്കാരും ഇമ്പോർട്ടന്റ് ആണെന്ന് ഗവൺമെന്റ് എടുത്ത അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫ്രീ ബേർഡായി, അത്രേ പറയാനുള്ളൂ. ഏത് രാത്രി വേണമെങ്കിലും ഇവിടെ നിന്നൊരു ടൂർ പോയാൽ പോലും ലാസ്റ്റ് ബോട്ടിന് വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്തോട്ട് പോവാം. ദാറ്റ്സ് ഓൾ. പിണറായി വിജയനോട് സാർ വലിയ നന്ദിയുണ്ട്, സ്നേഹം, അത്രമാത്രം. പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഉറക്കത്തിലൊരു സ്വപ്നം മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഈ പാലം. പക്ഷെ ഉറക്കം എഴുന്നേറ്റപ്പോഴേക്ക് ഞങ്ങൾക്ക് ഈ പാലം യാഥാർത്ഥ്യമായി സംഭവിച്ചു. അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല ഞങ്ങളിത്. നിസ്സാരപ്പെട്ടൊരു ജനതയ്ക്ക് വേണ്ടി ഒരുപാട് കോടികൾ മുടക്കി ഒരു പാലം വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചപ്പാടില്ല. ഞങ്ങൾക്ക് നമ്മുടെ ഇഷ്ടം പോലെ യാത്രാ സ്വാതന്ത്ര്യം കിട്ടി. കായലാൽ ചുറ്റപ്പെട്ട പെരുമ്പളം, പുറം ലോകത്തെത്താൻ ജങ്കാറോ വഞ്ചിയോ വരുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വന്നിരുന്ന ഒരു ജനത. അടിയന്തര ഘട്ടങ്ങളിൽ പോലും കരയിലെത്താൻ കഴിയാതെ ഉരുകിത്തീർന്ന നിമിഷങ്ങൾ. ഈ ദുരിതങ്ങൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ടാണ് പെരുമ്പളം പാലം തലയുയർത്തി നിൽക്കുന്നത്. ഒരു കിലോമീറ്ററിലധികം ദൂരമുള്ള വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള ഈ പാലത്തെ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്നത് ഈ കാണുന്ന ബോസ്റ്റിംഗ് ആർച്ച് മാതൃകയാണ്. ഈ മാതൃക സാധാരണഗതിയിൽ പണിയുന്നത് വലിയ വലിയ യാനങ്ങളും മറ്റുമൊക്കെ കടന്നു പോകാനാണ്. ദേശീയ ജലപാതകളിലൂടെയൊക്കെ കുറുകെ ഇത്തരത്തിൽ പാലങ്ങൾ പണിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള രൂപകൽപ്പന നമ്മൾ ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിച്ച രൂപകൽപ്പനയാണിത്. ഇതിലൂടെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ബോട്ടുകളും യാനങ്ങളും ഒക്കെ കടന്നു പോകാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കാണുന്ന ഈ ആർച്ചിൻ്റെ ആ മഴവിൽ മാതൃകയിലുള്ള കളറും ഈ പാലത്തെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കുന്നു. മണിക്കൂറുകൾ കാത്തുനിന്ന തോണിയാത്രകൾ ഇനി ഓർമ്മയാകും. മിനിറ്റുകളുടെ വേഗം മാത്രം മതി മറുകര കടക്കാൻ. ദുരിതങ്ങളുടെ കായൽ കടന്ന് പെരുമ്പളത്തുകാർ ഇനി വികസനത്തിൻ്റെ തീരത്തേക്ക് അടുക്കും.